നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് വി എ റസാഖ്, നോട്ടറി, പാലക്കാട്. കേന്ദ്ര സർക്കാർ നിയമിച്ച നോട്ടറിമാരുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ റിന്യൂ ചെയ്യാം എന്നതിനെക്കുറിച്ച് വിശദമാക്കുന്നതിനായാണ് ഈ വീഡിയോ ചെയ്യുന്നത്. റൂൾ 8B പ്രകാരമാണ് നോട്ടറിമാർ അവരുടെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് റിന്യൂ ചെയ്യേണ്ടത്. റൂൾ 8B പ്രകാരം ഓൺലൈനായി ഫോം 16 റിന്യൂവലിനുള്ള അപേക്ഷ ബന്ധപ്പെട്ട സർക്കാരിന് സമർപ്പിക്കേണ്ടത്. സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസിൻ്റെ കാലാവധിക്ക് 6 മാസം മുമ്പ് തന്നെ അപേക്ഷകൾ ബന്ധപ്പെട്ട ഓഫീസിൽ എത്തിയിരിക്കേണ്ടതാണ്. ആയതിനു ശേഷമുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. ഓൺലൈൻ സംവിധാനം കാര്യക്ഷമമാകുന്നതുവരെ ഫിസിക്കലായും അപേക്ഷിക്കാമെന്ന് 17/1/2024 നോട്ടീസ് പ്രകാരം അറിയിച്ചിട്ടുള്ളതാണ്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ: ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്, അടുത്ത കാലത്തെടുത്ത 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, റിന്യൂവലിന് 1000 രൂപ ഭാരത് ഘോഷ് പോർട്ടലിൽ അടച്ചതിൻ്റെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് അഥവാ റെസീറ്റ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ സത്യബോധ്യപ്പെടുത്തിയ ഒരു അഫിഡവിറ്റ്. ആ അഫിഡവിറ്റിൽ പറയേണ്ട കാര്യങ്ങൾ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. ആയതിൻ്റെ മാതൃകയും തുടർന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ അവസാനമായി 3 വർഷത്തെ ആനുവൽ റിട്ടേൺസ്, അതോടൊപ്പം ഒരു പ്ലെയിൻ പേപ്പറിൽ ഇട്ട 3 സ്പെസിമെൻ സിഗ്നേച്ചറുകൾ. ഇത്രയുമാണ് ഫോം 16 അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്. 2019 അമെൻഡഡ് റൂളിൽ ഓൺലൈനായി സമർപ്പിക്കണമെന്ന് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഫിസിക്കലായി സമർപ്പിച്ചാൽ മതിയെന്ന് അറിയിച്ചിട്ടുള്ളതാണ്. അപേക്ഷയോടൊപ്പം നിലവിലെ അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ കൂടെ കാണിക്കേണ്ടതാണ്. ഫിസിക്കലായി സമർപ്പിക്കാമെന്ന് അറിയിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫോം 16 മാതൃകയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫോം 16 ഫ്രം അഡ്രസ്സിൽ നമുക്ക് ഇമെയിൽ ID, മൊബൈൽ നമ്പർ തുടങ്ങിയവ ചേർക്കാവുന്നതാണ്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട മറ്റു രേഖകളായ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്, നമ്മുടെ 2 റീസെൻ്റായി എടുത്ത 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ്, ഭാരത് ഘോഷിൽ നിന്നുള്ള പേയ്മെൻറ്റിനുള്ള റെസീറ്റ്, മജിസ്ട്രേറ്റിന് മുമ്പാകെ സത്യബോധ്യപ്പെടുത്തിയ അഫിഡവിറ്റിൻ്റെ മാതൃക ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവസാനത്തെ 3 വർഷം സമർപ്പിച്ചിട്ടുള്ള ആനുവൽ റിട്ടേൺ, ഒരു പ്ലെയിൻ പേപ്പറിൽ നമ്മുടെ 3 സ്പെസിമെൻ സിഗ്നേച്ചർ എന്നിവയാണ് സമർപ്പിക്കേണ്ടത്. അയക്കേണ്ട വിലാസവും ഇമെയിൽ ID കാണിച്ചിട്ടുണ്ട്. താങ്ക് യു.